വാപ്പ വാപ്പ എന്ന് പറഞ്ഞാൽ ആരാ? മക്കൾക്ക് തെറ്റുപറ്റുമ്പോൾ തിരുത്തി കൊടുക്കണം, വാപ്പ ഉപദേശിക്കണം. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുടെ കൈ പൊട്ടിയിട്ട് വീട്ടിൽ വന്ന് സങ്കടം പറഞ്ഞിട്ട് പോയ മകളുടെ കൈ പിടിച്ചിട്ട് നബിതങ്ങൾ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ഫാത്തിമ, ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്ത അല്ല നിനക്ക് തരുന്ന പ്രതിഫലം എന്താണെന്നറിയോ? ഇതാ വാപ്പ. വീട്ടിൽ കിടന്ന് ജോലി ചെയ്തിട്ട് കൈപൊട്ടിയിൽ സങ്കടം പറഞ്ഞ മകളോട് നബിതങ്ങൾ ചോദിക്കുക, ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു ഭാര്യയ്ക്ക് അല്ല കൊടുക്കുന്ന പ്രതിഫലം നിനക്കറിയോ ഫാത്തിമ? പഠിക്കണം പെങ്ങളെ, നീ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് പഠിക്കണം. നീ എപ്പോഴും കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെ കഥ പറയുമല്ലോ. നിനക്ക് എന്തിൻ്റെ കുറവ്? അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലത്തെക്കുറിച്ച് നിനക്കറിയോ? നീ ചോറ് വെച്ച പ്രതിഫലം, നീ തുണി കഴുകിയ പ്രതിഫലം, നീ വീട് തൂത്ത പ്രതിഫലം, നീ ഒരു വസ്ത്രമൊന്ന് കുടഞ്ഞ പ്രതിഫലം, നീ പ്രസവിച്ച പ്രതിഫലം, ഗർഭിണിയായ പ്രതിഫലം, പാല് കൊടുത്ത പ്രതിഫലം, ഭർത്താവിൻ്റെ തലയിൽ ഇത്തിരി എണ്ണ തേച്ചു കൊടുത്താൽ പോലും നിനക്ക് പ്രതിഫലം. എന്താ പഠിക്കാത്തത്? എത്രയും പ്രതിഫലം ഇത് പറഞ്ഞു കൊടുക്കണം നമ്മൾ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ എന്ന് പറയുന്ന മകൾക്ക് കുടുംബജീവിതത്തിൻ്റെ വില എന്തെന്ന് പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിൻ്റെ റസൂല് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫാത്തിമ എന്ന മകളോട് ചോദിച്ചു, നീ ഒരു അടിമയെ ചോദിച്ച് വീട്ടിൽ വന്നല്ലോ, നീ ഒരു അടിമയെ ചോദിച്ച് വീട്ടിൽ വന്നല്ലോ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിതങ്ങൾ അവിടുന്ന് ഫാത്തിമയോട് ചോദിക്കുന്നു, ഫാത്തിമ, ആ അടിമയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ പ്രയോജനമുള്ള ഒരു നന്മ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? നിനക്ക് അടിമയെ ലഭിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെയോ? എന്താണ് വാപ്പാ? പറഞ്ഞതാ ഉപ്പാ. നബിതങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഫാത്തിമ, കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ നബിതങ്ങൾ പറയുകയാണ്, ഫാത്തിമ, ഇത് ചെറിയ ഒരു നന്മയല്ല ഫാത്തിമ, ഇത് ചെറിയ ഒരു കാര്യമല്ലടോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കിടന്നുറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ ഈ ദിക്ർ പറയണേ ഫാത്തിമ. ഇതാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നിനക്ക് നന്മ ലഭിക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന ഒരു നന്മയെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ എന്തിനാ ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമ 29ാമത്തെ വയസ്സിലാണ് ലോകത്തോട് വിട പറയുന്നത്. മരിക്കുന്നത് വരെ മുടക്കിയില്ല പെങ്ങള്. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന പാതിരാത്രിയിൽ പറഞ്ഞു കൊടുത്ത ആ ഒരു നന്മയുണ്ടല്ലോ, ഫാത്തിമ മരിക്കുവോളം മറന്നിട്ടില്ല, അത് പറയാതെ കിടന്നിട്ടില്ല. അലിയാര് തങ്ങളെ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ആ ഫാത്തിമയുടെ ഭർത്താവായ തങ്ങളെ പറയുകയാ, ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്. അന്ന് രാത്രിയിൽ നബി തങ്ങൾ അത് പറഞ്ഞതിന് ശേഷം ഞാൻ മരിക്കുന്ന കാലം വരെ മുടക്കിയിട്ടില്ല. അലിയാർ തങ്ങൾ പറയുന്നു, ഞാൻ പറയുമായിരുന്നു, എത്ര കഷ്ടപ്പാടാണെങ്കിലും ഏത് യുദ്ധത്തിന്റെ വേളയിലാണെങ്കിലും ഞാനത് പറയാതെ ഉറങ്ങാറില്ല. ഇതാണോ നന്മയെന്ന് പറഞ്ഞാൽ? നമുക്കാണ് നന്മ ചെറുതും വലുതും. നിങ്ങളിപ്പോ ചിന്തിക്കും, പടച്ചവന് സിറാജേ, ഇത് പറയാനാണോ ഇത്രയും സമയമെടുത്തത്? ഒരു സുബ്ഹാനല്ലാഹ്, ഒരൽഹംദുലില്ലാഹ്, ഒരല്ലാഹു അക്ബർ നമുക്ക് നിസാരമാണ്, നമുക്ക് നിസാരമാണ്, നമുക്കറിയില്ല അതിന്റെ പ്രതിഫലം എന്താണെന്ന്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ പാവപ്പെട്ട സ്വഹാബത്ത് കടന്നു നിന്നു. അസ്ഹാബു സുഫില സ്വഹാബത്ത് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ,
പ്രതിഫലം മുഴുവനും സമ്പന്നന്മാര് കൊണ്ടുപോവുകയാണ്. അവര് ഹജ്ജിന് പോകുന്നു, അവർ ഉംറയ്ക്ക് പോകുന്നു, അവര് സദക്ക കൊടുക്കുന്നു, അവര് സക്കാത്ത് കൊടുക്കുന്നു, അവർ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി വാരിക്കോരി കൊടുക്കുന്നു. ഞങ്ങളുടെ കയ്യിലില്ല നബിയേ, ഹജ്ജ് ചെയ്യാ പൈസയില്ല, ഉംറയ്ക്ക് പോകാ പൈസയില്ല, സക്കാത്ത് കൊടുക്കാ പൈസയില്ല, സദക്ക കൊടുക്കാ പൈസയില്ല, ഞങ്ങള് പാവപ്പെട്ടവരാണ് നബിയേ. പ്രതിഫലം മുഴുവനും പണക്കാര് കൊണ്ടുപോവുകയാ. അസ്ഹാബുൽ സുഫില് അബൂ ഹുറൈറ തങ്ങൾ ഉൾപ്പെടെ പാവപ്പെട്ട സഹാബത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് സങ്കടം പറഞ്ഞപ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബ, ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്ന, ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ സഹാബ? ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, വാപ്പാ ഹജ്ജിന്റെ കൂലി വേണോ? ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെയോ? ഫർദ് നമസ്കാരം കഴിഞ്ഞു, പറഞ്ഞു സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മയാ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ 3 ദിക്ർ പറയല്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒക്കെ പറയാൻ ആർക്കാ സമയം? അതൊന്നും പറയാൻ ആർക്കും സമയമില്ലടോ. കാരണം അതൊന്നും ഒരു വലിയ നന്മയായിട്ട് നമ്മൾ കാണുന്നില്ല, അതൊക്കെ നിസ്സാരമായി കാണുകയാ. അലിയാരി നിങ്ങൾ പറയുക, എൻ്റെ ഫാത്തിമ മരിക്കുന്ന ദിവസവും അത് പറഞ്ഞിട്ടാ മരിച്ചേ. എൻ്റെ ഫാത്തിമ നബിതങ്ങൾ ആ ഒരു നന്മ പറഞ്ഞതിന് ശേഷം എൻ്റെ ഫാത്തിമ മരിക്കുവോളം പറയുമായിരുന്നു, ഞാനും അങ്ങനെ. ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ല. എൻ്റെ നബിതങ്ങൾ അത് പറഞ്ഞതിന് ശേഷം ഞാനത് മുടക്കിയിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതാ ഖുർആനും പറഞ്ഞത്, ഇതാണ് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നന്മ പറഞ്ഞാ പിന്നെ ചെയ്യണമല്ലോ, ആ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, സഹോദരാ, നമുക്കും ഒരു മത്സരം നടത്താം. ജീവിതകാലം മുഴുവനും പറയണമെന്ന് ഞാൻ പറയുന്നില്ല, നീ മരിക്കുവോളം പറയാൻ പറയുന്നില്ല. ഒരു ദിവസമെങ്കിലും നിനക്ക് പറ്റുമോ? ഇന്ന് വാഴ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്ന് നിന്റെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞു അവസാനം കിടപ്പറയിൽ വന്നിരിക്കുമ്പോ കിടക്കുന്നതിന് മുമ്പ് നിബിധങ്ങൾ പറഞ്ഞ ഒരു നന്മയല്ലേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന ഒരു ദിക്റല്ലേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 3 ദിക്ർ പറയണേ. ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഈ ദിക്ർ പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. എല്ലാ ദിവസവും ചെയ്യാൻ ഞാൻ പറയണില്ല, നാളെ പറയണോ വേണ്ടയോ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇന്നത്തെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നബിതങ്ങൾ പറഞ്ഞ് ഈ 3 ദിക്ർ പറഞ്ഞിട്ട് ഇന്ന് കിടന്നുറങ്ങാവൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. നിയ്യത്ത് ചെയ്യുന്നവരെന്ന് കൈവക്കിക്ക്. ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അരക്കയ്യന്മാരെ ഒന്നും അള്ളാഹ് അവിടെ കയറ്റത്തില്ല. പൊക്കണമെങ്കിൽ നല്ലപോലെ പൊക്കിയോ? അള്ളാഹുവെ, ഈ മജ്ലിസിൽ ഇരുന്ന് ആരൊക്കെ കൈപൊക്കിയോ, ഈ പൊക്കിയ കൈ മരിക്കുമ്പോൾ ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല പടച്ചവനെ. അള്ളാഹ് മരിക്കുന്ന സമയത്ത് ഈ കൈപൊക്കിയവർക്ക് അള്ളാഹ് സ്വർഗം കണ്ടിട്ട് മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ റഹ്മാന്. വെള്ളിയാഴ്ച ദിവസം ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് ഷഹീദിനെ പോലെ മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. നന്മ തിന്മ എഴുതിയ കിതാബ് ഈ ഉയർത്തിയ വലത് കൈ കൊണ്ട് വാങ്ങാൻ നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ, കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കാത്ത ആ ഹൗലുൽ കൗസർ അള്ളാൻ്റെ റസൂലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കാൻ ഈ കൈ ഉയർത്തിയവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ഈ കൈ ഉയർത്തിയവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാ. അതിനും കൂടെ രാമ്യം പറ. ആ കൈ വെക്കാത്തവരുണ്ടല്ലോ, ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ല, ജീവിതകാലം മുഴുവനും പറയാൻ പറഞ്ഞില്ല, ഇന്നത്തെ ഒരു ദിവസമെങ്കിലും പറയാം, ഒരു ഇൻഷാ അല്ലാ പറയാൻ പറഞ്ഞപ്പോൾ ഇരുന്നാളെ ഒന്നുകൂടെ കൈ പൊക്കിക്കേ, ഒന്നുകൂടെ കൈ പൊക്കിക്കേ. ഉണ്ടോ നേരത്തെ പൊങ്ങിയതുണ്ടോ? നേരത്തെ പൊക്കാത്തവനും കൈ പൊക്കി. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ.
അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ അവകാശി ആരാ? അവൻ്റെ അടുക്കൽ ഒരു നല്ല കാര്യം പറഞ്ഞാൽ അവൻ ചെയ്യും. അത് എന്തുമാകട്ടെ, ഒരു നല്ല കാര്യം പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ചെയ്യാനുള്ള ഒരു മനസ്സ്, ഒരാഗ്രഹം, ഒരു മത്സരം ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്വർഗത്തിൻ്റെ അവകാശിയാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ സ്വഭാവം എന്താ? വിശദീകരിക്കുന്നില്ല, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. രണ്ടാമത്തെ സ്വഭാവം എന്തെന്നറിയോ? വയദൂനനാ റഗബൻ വറഹബാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഈ പറയുന്ന സ്വഭാവം ആർക്കാവുള്ളത്? ഈ പറയുന്ന സ്വഭാവം ആർക്കാവുള്ളത്? അള്ളാഹു പറയുകയാണ്, അവര് പടച്ചറപ്പിനോട് ദുആ ചെയ്യുന്നവരാ. അവരല്ലാഹുവിനോട് ദുആ ചെയ്യുമോ? ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, പ്രതിസന്ധി വന്നാലും, എത്ര വലിയ ദുഃഖം വന്നാലും അവരല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. ഏത് പ്രതിസന്ധിയിലും അവരല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാ. പടച്ചവനെ അവര് പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യുന്നവരാ. സഹോദരാ, ഇത് പറയുമ്പോ അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയും, ഉസ്താദേ ഞാനും ദുആ ചെയ്യാറുണ്ട്, ഇരിക്കുന്ന ഞാനും നിങ്ങളും ദുആ ചെയ്യാറുണ്ട്. പക്ഷേ എടോ, നമുക്ക് തന്നെ അറിയാം നമ്മൾ ദുആ ചെയ്തിട്ട് കാര്യമില്ലെന്ന്. നമ്മുടെ ദുആ വേറെയാണ്, നമ്മുടെ ദുആ വേറെയാണ്. ആ ദുആയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അല്ലാഹു പറയുകയാ, എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? എങ്ങനെ ദുആ ചെയ്യുന്നവരെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞതെന്നറിയോ? വയദൂനനാ റഗബൻ വറഹബാ. അവരല്ലാഹുവിലെ പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യുന്നവരാ. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും, എന്തെല്ലാം പ്രയാസം വന്നാലും അവർ പടച്ച റബ്ബിനോട് ദുആ ചെയ്യും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മളും ചെയ്യാറില്ലേ? നമ്മളെല്ലാവരും ദുആ ചെയ്യും. പക്ഷെ ദുആ ചെയ്യണ നിനക്ക് തന്നെ അറിയാം, ഇത് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യാറുണ്ട് പള്ളിയിലെ ഉസ്താദ് നമസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യും. ആമീൻ പറയുന്ന ശബ്ദം വല്ലതും കേൾക്കാറുണ്ടോ പള്ളിയിൽ? ഇവിടെ ആമീൻ പറയുന്ന ശബ്ദം, എടാ സദ്യ ഉണ്ണായിരിക്കണ പോലെ ചമ്മണം കുട്ടി ഇങ്ങനെ ഇരിക്കുക, ഒരു ഇല ഇട്ടിട്ട് വിളമ്പിയ തിന്നാൻ പറ്റുന്ന രീതിയിൽ. ഇവിടെ ഒന്ന് കൈയെങ്കിലും ഒന്ന് ഉയർത്തിപ്പിടിക്കോ? നമ്മളെ മടിയന്മാരെങ്ങനെ ഇട്ടുകൊണ്ട് മടിയിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് കിടക്കും, വേണമെങ്കിൽ തന്നാൽ മതിയല്ല. ഇവിടെ ഉസ്താദിന് തന്നെ തോന്നും, ആർക്കു വേണ്ടിയാ അല്ല ഞാനിത് ചെയ്യണേന്ന്. സങ്കടം തോന്നാറുണ്ട് പള്ളിയിലെ ഖത്തീബിന്. അദ്ദേഹത്തിന് തന്നെ സങ്കടമാ. കാരണം ആമീൻ പറയുന്ന ശബ്ദമില്ലടോ. അങ്ങനൊന്നുമില്ല. മനുഷ്യൻ്റെ വായിക്കകത്ത് നാവുണ്ടോയെന്നറിയാം. പൊതുയോഗമൊക്കെ വരണം, അപ്പം അറിയാം വാപ്പായ്ക്ക് നാവുണ്ടോയെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ ചെയ്യുമ്പോൾ ഉസ്താദിന് തന്നെ തോന്നുക. ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഒരവസ്ഥ ഞാൻ പറയാം. ഉസ്താദൊക്കെ ഇരിക്കുന്നു, പറയാൻ തന്നെ മടിയാണ്. ഞാനൊരു മരിച്ച വീട്ടിൽ ദുആ ചെയ്യാൻ എന്നെ കൊണ്ടുപോയി. പഠിച്ചിറങ്ങിയപ്പോൾ ഒരു മരണ വീട്ടിൽ എന്നെ ദുആ ചെയ്യാൻ കൊണ്ടുപോയി. ഞാനും എൻ്റെ ചങ്ങാതി ഉസ്താദും കൂടെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ദുആ ചെയ്യാൻ പോയി. ഉസ്താദെ, ഒരു യാസീൻ ഓതി ദുആ ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരും കൂടെ റൂമിനകത്ത് കയറിയിട്ട് യാസീൻ ഓതി യാസീനൊക്കെ ഓതി കഴിഞ്ഞു. ദുആ ചെയ്യാൻ സമയമായപ്പോൾ എൻ്റെ കൂടെയുള്ള ഉസ്താദ് പറഞ്ഞു, കാക്കാ ദുആ ചെയ്യാൻ പോകുന്നു, വരാൻ. ഇല്ല ഉസ്താദ്, ചെയ്തോ. രണ്ടാമതും വിളിച്ചു, ഉസ്താദ് ദുആ ചെയ്യാൻ പോണു കാക്കാ, ദുആ ചെയ്തോ ഉസ്താദ്. 3 പ്രാവശ്യം വിളിച്ചിട്ടും ഒരൊറ്റ മനുഷ്യൻ പോലും ആ റൂമിനകത്ത് ആമീൻ പറയാൻ വരുന്നില്ല. യാസീൻ ഓതിയിട്ട് ഞാൻ ആ ചങ്ങാതിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുക. എന്ത് ചെയ്യാനാ? ഒരു യാസീൻ ഓതി എന്ത് ചെയ്യാനാ? പടച്ചവനെ കളയാൻ പറ്റുമോ? ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, പടച്ചവനെ, ഈ യാസീനിൻ്റെ പ്രതിഫലം എൻ്റെ വാപ്പാടെ കബറിൽ കൊടുത്തേക്കണേ അല്ലാന്ന്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞിട്ടോ. കാരണം വീട്ടുകാർക്കാർക്കും വേണ്ട, അവർ ചോറ് വിളമ്പുന്ന തിരക്കില്ല. ഇതുപോലെയാണ് പള്ളിയിലെ ഖത്തീബിൻ്റെ അവസ്ഥ. ആ മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ ആരാ? റബ്ബേ, സൗണ്ടൊന്നും കേൾക്കത്തില്ല. ഇതവസ്ഥ. ഇനി ആമീൻ പറഞ്ഞാലോ? ഇനി ആമീൻ പറഞ്ഞാലുള്ള അവസ്ഥ. ഒരു ദിവസം ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ആമീൻ, ഖത്തീബ് ആരാ അല്ലാ ഇത് റബ്ബേ? ഉണക്കാലത്ത് മഴ പെയ്ത പോലെ ആമീൻ കേൾക്കണം പടച്ചവൻ, ആരാ അല്ലാ? നോക്കുമ്പോൾ ഒരു ചങ്ങാതി 2 കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആമീൻ. ഉസ്താദ് ദുആ അങ്ങ് നീട്ടി, സ്വർഗം കൊടുക്കണേ അല്ലാ, മരണം ഇങ്ങോട്ട് ഉസ്താദ് ദുആ ചെയ്തു, ആമീൻ പറയുന്നുണ്ട്. അപ്പം ഈ ആമീനിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഈ തൂണിലൊക്കെ ചാരിയിരിക്കണ വാപ്പ നോക്കുന്ന, ആരാ അല്ലാ ഇത് പതിവില്ലാതെ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ആമീൻ വല്ലാതെ കൂടുന്നുണ്ട്. അപ്പോൾ ഉസ്താദിനൊരു സംശയം, പടച്ചവന് വല്ല കിളി പോയതാണോ അറിയില്ലല്ലോ.
ഇങ്ങനെ നടക്കാത്ത കാര്യമല്ലേ. അപ്പം ഈ ആമീൻ പറയണ ചങ്ങാതി ഉസ്താദ് നല്ലതുപോലെ ഒന്ന് നോക്കിയപ്പോഴെന്താ 2 കൈയും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അവൻ്റെ പോക്കറ്റിൽ തെളിഞ്ഞു കാണാം നാളെയാണ് ശനിയാഴ്ച ബമ്പർ, ഓണ ബമ്പർ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ ഇതും പോക്കറ്റിൽ വെച്ചിട്ട് വന്നിരുന്ന ആമീൻ പറയുന്നടോ. ഈ കാലഘട്ടം എവിടെ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ലോട്ടറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും അറിയത്തില്ലേ? ഓണ ബമ്പർ എത്ര ആയിരുന്നപ്പാ? എല്ലാം മലക്കുകൾ, മനുഷ്യന്മാരാരുമില്ല. ഓണ ബമ്പർ എത്ര എന്ന് ആർക്കും അറിയത്തില്ല. എടുത്തിട്ട് റബ്ബെ അടിക്കണമെന്ന് പറഞ്ഞ് നേർച്ച ചെയ്ത് അടക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ മനുഷ്യന്മാരുടെ അവസ്ഥയാണോ ഞാൻ പറഞ്ഞത്? ഇതും വെച്ചുകൊണ്ട് പള്ളി വരുന്ന കാലഘട്ടമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ദുആ എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെ ദുആ ചെയ്യണം അല്ലാഹ് തന്നെ പറയുന്നുണ്ട് തെളിവ് സഹിതം. എങ്ങനെ ദുആ ചെയ്യുന്ന ആ സ്വർഗത്തിൽ പോകുന്ന ആ ഫിർദൗസിൻ്റെ അവകാശിയായ അടിമയുടെ ദുആ ഖുർആൻ തന്നെ ഉദാഹരണം പറയുക. ആരുടെ ദുആയാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആന് അതാ അവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ്റെ ദുആ പറഞ്ഞു തരികയാണ്. ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ അവകാശികളുടെ ദുആ പറയുകയാ. ഏതാ ദുആ എന്നറിയോ? നിങ്ങളുടെ കടല് കാണാൻ പോകുന്നവരാണല്ലോ, പടച്ചവനെ ബീച്ചിൽ പോകുന്നവരാണല്ലോ. എന്തിനാ കടക്കൽ ഉസ്താദ് എന്നെ കടലിൻ്റെ ചാരത്താ ജോലി ചെയ്യുന്നത്? ആ കടലിൻ്റെ ചാരത്ത് ചെല്ലുമ്പോ തിരമാലയുടെ പരിസരത്ത് പോകാൻ പോലും നമുക്ക് പേടിയാണ്. പടച്ചവനെ അകപ്പെട്ടു പോയാ മരിച്ചു പോകുമല്ലോ. നമുക്ക് തിര വരുമ്പോ വല്ലാത്ത പേടിയാണ്. എന്നാ കടലിൽ പോയിട്ടുണ്ടോ? ഉൾക്കടലിൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? പോകണം സഹോദരാ. കൈകാല് വിറയ്ക്കുമടോ. ഞാനും പോയവനാ മീൻ പിടിക്കാൻ. പടച്ചവനെ വലിയ ആഗ്രഹത്തോടെ ബോട്ടിനകത്ത് കയറി കടലിൽ ചെന്നു. കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. കാരണം മുകളിൽ ആകാശമാണ്, 4 ഭാഗത്തും വെള്ളമാ. എങ്ങനെ കരയിൽ പോകുമെന്നറിയില്ല. വല്ലാത്ത ഒരു പേടിയായി. ആ ബോട്ടോടിക്കുന്ന പ്രായം ചെന്ന ഉപ്പയോട് ഞാൻ ചോദിച്ചു, ഉപ്പ ഇവിടെ എത്ര ആഴമുണ്ട്? ഉസ്താദേ തെങ്ങിന്റെ കാലും നീളമുള്ള തെങ്ങിനെക്കാലും ആഴമുണ്ട്. പടച്ചവനെ അവിടെ എങ്ങാനും ഒരു മനുഷ്യന് വീണാ രക്ഷപ്പെടുമോ വാപ്പാ? ഒരിക്കലും രക്ഷപ്പെടില്ല. എന്നാ കടലിന്റെ ഉള്ളിലോട്ട് പോകും തോറും വല്ലാത്ത ആഴമാണ്. ആ കടലിന്റെ ഏറ്റവും അടിത്തട്ടിൽ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ജീവിയാണ് തിമിംഗലം. അത് കടലിലെ ഏറ്റവും വലിയ മീനാണ്. പടച്ചവനെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചറിയുമോ? ഈ അടുത്ത ലക്ഷദ്വീപിൽ ഞാൻ പോയപ്പോ അവിടെ ഒരു മ്യൂസിയത്തിന്റെ അകത്ത് കൊണ്ടുപോയി. ഈ കാണുന്ന ഓഡിറ്റോറിയത്തിന്റെ വലുപ്പമുള്ള ഒരു മീനിന്റെ എല്ല് കണ്ടു. പറഞ്ഞു, ഉസ്താദ് ഇതൊക്കെ ചെറുതാ ഉസ്താദ്. അല്ലാഹുവേ മീനിന്റെ വലുപ്പം എത്രയാണ്? എടോ കടലിൽ കിടക്കുന്ന ഏറ്റവും വലിയ മീനാണ് തിമിംഗലം എന്ന് പറയുന്ന മീൻ. അത് കടലിന്റെ ആഴമുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത്. ആ മീനിന്റെ വയറിനകത്തൊരു മനുഷ്യൻ വീണുപോയാലോ? കടലിൽ വീണാലേ കിട്ടൂല. പടച്ചവനെ ഉൾക്കടലിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറ്റില് ഒരു മനുഷ്യൻ അകപ്പെട്ടു പോയാ നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് പറ, രക്ഷപ്പെടാൻ 1% ചാൻസ് ഉണ്ടോ? ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പല് കാണാൻ കോടികളെ ചെലവഴിച്ചു പോയവരുടെ ചരിത്രം വായിച്ചവരല്ലേ. എന്നാ ആ കടലിന്റെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറ്റില് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാം ആ കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന മീനിന്റെ വയറിനകത്ത് പെട്ടുപോയടോ. അല്ലാഹുവേ അവിടെ കിടന്നിട്ട് യൂനുസ് നബി ചെയ്ത ഒരു ദുആയുണ്ട്. വനദാ ഫിൽ ളുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എവിടെ കിടന്നിട്ടാ വിളിക്കുന്നതെന്നറിയോ? വനദാ ഫിൽ ളുമാത്
ളുമാത്ത്. കടലിനടിത്തട്ടിലേക്ക് പോകും തോറും വല്ലാത്ത ഇരുളാ സഹോദര, വല്ലാത്ത ഇരുളാട്, ഒന്നും കാണാൻ പറ്റാത്ത ഇരുളാട്. ആ ഇരുള് മാത്രമല്ല, ആ കടലിന്റെ അടിയിൽ കിടക്കുന്ന മീനിന്റെ വയറിനകത്ത് കിടക്കുകയാ യൂനുസ് നബി. ഒരു ചാൻസുമില്ല, എല്ലാ വഴികളും അടഞ്ഞു, എല്ലാ വഴികളും അടഞ്ഞു. 1% പോലും രക്ഷപ്പെടാൻ ഓപ്ഷനില്ല. അവിടെ കിടന്നിട്ടാണ് യൂനുസ് വിളിക്കുന്നത്, അല്ലാഹുവേ നിനക്ക് കഴിയുമല്ലാ എന്നെ രക്ഷപ്പെടുത്താൻ, നിനക്ക് കഴിയുമല്ലാ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹു രക്ഷപ്പെടുത്തിയടോ. ദിവസങ്ങൾക്ക് ശേഷം യൂനുസ് നബി അലൈഹിസ്സലാമിന് ആ മീന് തന്നെ കടലിലേക്ക് കൊണ്ടുവന്ന് ഛർദിച്ചു വെച്ചു എന്ന് ചരിത്രം പറയുമ്പോ, വാപ്പാ ഇതിനാ ദുആ എന്ന് പറയുന്നത്, പെങ്ങളെ ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ഇതുപോലെ നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടോ? കടലിന്റെ അടിയിൽ കിടക്കുന്ന മീനിന്റെ വയറിനകത്ത് കിടക്കുമ്പോ യൂനുസ് നബി അവിടെ കടന്നിട്ട് വിളിക്കുന്നുണ്ട്, അല്ലാ എന്നെ രക്ഷപ്പെടുത്താൻ നിനക്ക് കഴിയും പടച്ചവനെ, എനിക്ക് പ്രതീക്ഷയുണ്ട് റബ്ബേ, എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇതിനാ ദുആ എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം ദുആ ചെയ്യാൻ. നമുക്കോ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിക്കേ. എടോ, ഈ ഉമ്മത്തിനെ പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസർ എന്തെന്നറിയോ? ഈ ഉമ്മത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് നിരാശയാടോ. നിരാശ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് അനുഭവിക്കുന്നത് നിരാശയാ നമുക്ക്. പടച്ചവന് സഹോദരൻ പറഞ്ഞു, ഉസ്താദെ 6 കൊല്ലമായി മക്കളില്ലെന്ന്. പടച്ചവന് ഓൻ്റെ സങ്കടം കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുക, ഇതെന്തറ ചങ്ങാതി, 6 കൊല്ലം 60 കൊല്ലമൊന്നും ആയില്ലല്ലോ. എടോ, മക്കളിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാം തീർന്നു ഉസ്താദ്, ഇനി ഒന്നുമില്ല, കൗണ്ടിങ് ഇല്ല, പടച്ചവന് പീരീഡ്സ് ക്ലിയർ ആകുന്നില്ല, ഗർഭപാത്രമില്ല, ഇനി പ്രസവിക്കൂല അല്ലേ. നമുക്ക് നിരാശ കഴിഞ്ഞു, ജീവിതം തീർന്നു. 30, 35, 40 ആയാൽ പിന്നെ പ്രസവിക്കത്തില്ല. ഇത് 40 വയസ്സുള്ള പെണ്ണ് പ്രസവിക്കില്ല എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? അല്ലാഹ് പറഞ്ഞ, ഖുർആനിൽ പറഞ്ഞ, ഹദീസ് പറഞ്ഞോ? നിന്നെ പോലെ നടക്കുന്ന ഒരുത്തൻ പറഞ്ഞു, അത്ര തന്നെ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് നിരാശ ജീവിതത്തിൽ പാടില്ല. അതിന് ഏറ്റവും വലിയ തെളിവ് ഒരു ദുആ ഖുർആൻ പറയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുടെ മിഹ്റാബിൽ മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി വളരുന്നുണ്ട്. ഉമ്മ പള്ളിക്ക് കൊടുത്തതാ. അങ്ങനെ പണ്ടങ്ങനെയാണ് പള്ളിക്ക് കൊടുക്കും. മറിയം എന്ന് പറയുന്ന പെൺകുട്ടി ആ പള്ളിയുടെ മിഹ്റാബിനകത്ത് ഇങ്ങനെ ജീവിക്കുകയാ. സക്കരിയ നബി അലൈഹിസ്സലാം പള്ളിയുടെ മിഹ്റാബിനകത്ത് കയറി ചെല്ലുമ്പോൾ മറിയം എന്ന് പറയുന്ന ആ പെൺകുട്ടി പഴം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സക്കരിയ നബി വാങ്ങിച്ചു കൊടുത്തതല്ല. ഒരുപാട് പാഠങ്ങളുടെ ആ ചരിത്രത്തെ ഞാൻ വിശദീകരിക്കുന്നില്ല. സക്കരിയ നബി അലൈഹിസ്സലാം നോക്കി, ഈ പഴം പടച്ചവനെ, അല്ലാഹുവേ ഈ പഴം ഞാൻ വാങ്ങിച്ചു കൊടുത്തതല്ല. മോളെ മറിയമേ, എവിടെ നിന്നാ മറിയമേ ഈ പഴം നിനക്ക്? ഈ പള്ളിയുടെ മിഹ്റാബിനകത്തിരിക്കുന്ന നിനക്ക് ഈ പഴം എവിടെ നിന്നാ? മറിയം എന്ന പെൺകുട്ടി ചിരിക്കുന്ന മുഖത്തോടെ പറയുകയാ, ഖാലത്തു ഹുവ മിൻ ഇൻദില്ലാ, എൻ്റെ റബ്ബ് തന്നതാ എനിക്ക്, എന്നെ പടച്ച റബ്ബ് തന്നതാ എനിക്ക്. സക്കരിയ നബി ആ പഴത്തിലേക്ക് നോക്കി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും ആ പഴം കിട്ടൂല. കാരണം ഓരോ പഴത്തിനും സീസൺ ഉണ്ട്. മാങ്ങയ്ക്ക് സീസൺ ഉണ്ട്, ഓറഞ്ചിന് സീസൺ ഉണ്ട്. ഇതുപോലെ ഓരോ പഴങ്ങൾക്കും അതിൻ്റെതായ സീസൺ ഉണ്ട്. ഈ പഴം ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടത്തില്ല, സീസൺ അല്ലാത്ത സമയം. അങ്ങനെയുള്ള പഴമാണ് പള്ളിയുടെ മിഹ്റാബിനകത്തിരിക്കുന്ന മറിയം എന്ന് പറയുന്ന പെൺകുട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാം ഇത് കണ്ടപ്പോൾ, മറിയമിൻ്റെ മറുപടി കേട്ടപ്പോൾ, സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. കൊല്ലങ്ങൾ കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളോളം കഴിഞ്ഞു. സക്കരിയ നബി അലൈഹിസ്സലാമിന് മക്കളില്ല. സക്കരിയ നബി അലൈഹിസ്സലാം കല്യാണം കഴിഞ്ഞു, വർഷങ്ങളായി, മക്കളില്ല, വൃദ്ധനായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രായം ചെന്ന സക്കരിയ നബി അലൈഹിസ്സലാം കല്യാണം കഴിഞ്ഞു കൊല്ലങ്ങളായി മക്കളില്ലാതെ നടക്കുന്ന സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറിയം എന്ന് പറയുന്ന പൊന്നാര മകളുടെ മറുപടി കേട്ടപ്പോ
മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അവിടുന്ന് പടച്ചവനോട് മക്കളില്ല, പ്രായമായി, വയസ്സ് ഒരുപാട് കഴിഞ്ഞു. ചരിത്രം പറയുകയാണ് 100 വയസ്സിന്റെ മുകളിൽ പ്രായമുണ്ട്. പടച്ചവനെ 120ഓളം വയസ്സുണ്ടെന്നൊക്കെ പറയുകയാണ്. അല്ലാഹുവേ, സക്കരിയ നബി അല്ലാഹുവോട് പറയുകയാ, ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്അലർ റഅസു ശൈബാ വലൻ അകും ബിദുആഇക റബ്ബി ശഖിയാ. സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുകയാ, എനിക്ക് പ്രായമായി തമ്പുരാന്, എനിക്ക് മക്കളില്ല തമ്പുരാന്, കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായി തമ്പുരാന്, ഞാൻ വൃദ്ധനായി പടച്ചവന്, എൻ്റെ മാംസങ്ങൾ എല്ലിൽ നിന്ന് വിട്ടിരിക്കുകയാണ്, എൻ്റെ തൊലികൾ ചുടുങ്ങിയിരിക്കുന്നു, എനിക്ക് കഴിവില്ല തമ്പുരാന്, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഞാൻ വൃദ്ധനാണ്. സക്കരിയ നബി എണ്ണി എണ്ണി പറയുകയാണ്, പടച്ചവനെ ഞാൻ വൃദ്ധനാണ്, എനിക്കൊരുപാട് പോരായ്മകളുണ്ട്, എനിക്ക് മക്കളുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. എന്നിട്ടോ എന്റെ ഭാര്യയുടെ അവസ്ഥയും ഇത് തന്നെയാ പടച്ചവന്. എന്റെ ഭാര്യയ്ക്ക് പ്രായമായി, 99 വയസ്സിന്റെ താഴെ പ്രായമുണ്ടോ. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയ്ക്ക് പെണ്ണേ 50 വയസ്സ് കഴിഞ്ഞ മെൻസസ് നിലയ്ക്കുമല്ലോ. ഡോക്ടർമാര് പറയുന്നത് പിന്നെ മക്കളുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ്. എന്നാ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയുടെ മെൻസസ് പോലും നിലച്ചു. പെങ്ങള് 99ഓളം വയസ്സ് പ്രായമുണ്ട്. സക്കരിയ നബി വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, പെണ്ണ് നീ പ്രസവിക്കുമെന്ന് പറയുമ്പോ ആ ഭാര്യ പോലും പറയുന്നു, എന്നെ കളിയാക്കുന്നു, ഈ വൃദ്ധയായ ഞാൻ പ്രസവിക്കാനോ? അത്രത്തോളം സക്കരിയ നബിയുടെ ഭാര്യയ്ക്ക് പ്രായമുണ്ട്. രണ്ടുപേരും പ്രായം ചെന്നവരാണ്, ഒരു ചാൻസുമില്ല, ഒരു വഴിയുമില്ല. പക്ഷേ സക്കരിയ നബി പറഞ്ഞു, അല്ലാ നിനക്ക് കഴിയുമ തമ്പുരാന്, നിനക്ക് കഴിയുമ തമ്പുരാന്, എനിക്കൊരു സന്താനത്തെ വേണമല്ല, എനിക്കൊരു പൊന്നുമോനെ വേണമല്ല, എനിക്കൊരു പൊന്നുമോനെ തരണേ അല്ല. സക്കരിയ നബി റബ്ബിനോട് ദുആ ചെയ്തപ്പോ അല്ല കൊടുത്തു വാപ്പാ, മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. വയസ്സാം കാലത്ത് 100 വയസ്സ് കഴിഞ്ഞ സക്കരിയ നബി, 99 വയസ്സിന്റെ താഴെ പ്രായമുള്ള ഭാര്യ. നിങ്ങൾ പറ, സാധ്യത ഉണ്ടോ? 1% ഇന്നത്തെ ഡോക്ടർമാർ പറയുന്ന കണക്കനുസരിച്ച് ചാൻസ് ഉണ്ടോ? ഇല്ല. സക്കരിയ നബിയും പറഞ്ഞു ഇല്ല. പക്ഷേ നിനക്ക് കഴിയും തരാൻ, നിനക്ക് പറ്റും പടച്ചവനെ, എനിക്ക് തന്നേ പറ്റൂ. അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹു കൊടുത്തു യഹ്യാ നബി അലൈഹിസ്സലാമിനെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാ ദുആ, ഇതാണ് ദുആ. ചെയ്തിട്ടുണ്ടോ നീ? നീ കണ്ട ആൾക്കാർ ആമിന പറഞ്ഞു, തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട്, ആലപ്പുഴയിലുണ്ട്, എറണാകുളത്തുണ്ട്, കോഴിക്കോടുണ്ട്. കണ്ട ഡോക്ടർ മൊത്തം പോയി കണ്ടു. ഇപ്പം മടുത്തു, എല്ലാ മരുന്നും കഴിച്ച് നീ മടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ എവിടെ നിന്നാ പറയണമെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അള്ളാഹു ഉസ്താദിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ഞാൻ എവിടെ നിന്നാ പറയുന്നത്? ഞാൻ നിങ്ങളുടെ ഇവിടുത്തെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ഉസ്താദിൻ്റെ അടുത്ത് തന്നെയാണ് പറയണത്. പറഞ്ഞില്ലേ ഉസ്താദ്? അൽഹംദുലില്ലാഹ്, ഇത്ര വർഷങ്ങൾക്ക് ശേഷമല്ലേ, അല്ലേ? 23 കൊല്ലത്തിന് ശേഷമാ അല്ല കൊടുത്തത്. എങ്ങനെ? അത് ഖുർആൻ ഓതിയിട്ട് കിട്ടിയടോ, അങ്ങനെ ഞാൻ പറയും. അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇതാണ് വേണ്ടത്. പ്രതീക്ഷ വിടരുത്. സക്കരിയ, നിങ്ങൾ നോക്കിയേ, കണ്ട മരുന്ന് മൊത്തവും കഴിച്ചു. എന്നാ അല്ല പറഞ്ഞ മരുന്ന് കഴിച്ചിട്ടുണ്ടോ? ഖുർആനിൽ ഇല്ലാത്ത മരുന്നുണ്ടോ കാക്ക? അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ല പറയാത്ത എന്തു മരുന്ന്? എല്ലാ രോഗത്തിനും മരുന്നുണ്ടോ? ഖുർആനിൽ ഇല്ലാത്ത ഒന്നുമില്ല. ഉസ്താദെ കച്ചവടം ഇല്ല. കച്ചവടം ഇല്ലാത്ത നിന്നോട് ഖുർആൻ പറഞ്ഞ മരുന്നുണ്ടല്ലോ. അല്ല പറഞ്ഞല്ല മരുന്ന് കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ എന്താ ചെയ്യേണ്ടതെന്ന്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം, ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നിരാശയാ. ഡോക്ടർ പറഞ്ഞു ഇല്ല, ഇല്ല, കഴിഞ്ഞു, 35 കഴിഞ്ഞു, 40 കഴിഞ്ഞു, ഇല്ല. ഓ, മച്ചാടെ കുഴപ്പമാ, ഭർത്താവിൻ്റെ കുഴപ്പമാ, ഭാര്യയുടെ കുഴപ്പമാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഓളുടെ കുഴപ്പം. ആര് പറഞ്ഞു? ആര് പറഞ്ഞ്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞ മരുന്ന് കഴിക്കണം. മക്കളില്ലാത്തവർ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ഖുർആൻ എടുത്തു വെച്ചിട്ട് ചോദിക്കണം. അറിവുള്ളവരോട് പോയി ചോദിക്കണം, ഖുർആനി വല്ല മരുന്നുണ്ടോന്ന്.
മക്കളില്ലാത്തവർക്കും മക്കളെ കിട്ടാൻ ഖുർആൻ പറഞ്ഞ മരുന്നുണ്ട് പെങ്ങളെ. ഏതാ മരുന്ന്? മഹാനായ ഹസൻ ബസ്രി തങ്ങളുടെ ചരിത്രം എടുത്തു നോക്ക്. ഒരിക്കൽ കുട്ടികൾക്ക് പാഠം എടുത്തുകൊണ്ടിരിക്കുക, കുട്ടികൾക്ക് കിതാബ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരാൾ കയറി വന്നു. ഒരാൾ കയറി വന്നിട്ട് പറഞ്ഞു, തങ്ങളെ വെള്ളമില്ല, വല്ലാത്ത ക്ഷാമമാണ്, വെള്ളമില്ല, വലിയ ബുദ്ധിമുട്ടാണ്, മഴയില്ല, വല്ലാത്ത പ്രയാസം, ദുആ ചെയ്യണം, എന്താ ചെയ്യാ? മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞു അത്രേ, അസ്തഗ്ഫിറുല്ലാ പറഞ്ഞോ കേട്ടോ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞോ, വെള്ളമില്ല അല്ലേ, പറഞ്ഞോളാൻ പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരാൾ കയറി വന്നു. തങ്ങളെ കച്ചവടമൊക്കെ ആകെ പ്രശ്നത്തിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്, ദുആ ചെയ്യണം, എന്താ ചെയ്യാ? കച്ചവടമൊക്കെ ബുദ്ധിമുട്ടായില്ലേ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞോ, പൊക്കോളാൻ പറഞ്ഞു. മൂന്നാമതൊരാൾ കയറി വന്നു. തങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് കുറേ കാലമായി, മക്കളില്ല, ഇല്ലാത്ത ബുദ്ധിമുട്ട്, ഭാര്യ ഭയങ്കര സങ്കടത്തിലാണ്, തങ്ങളെ മക്കളില്ല അല്ലേ, അസ്തഗ്ഫിറുല്ലാ പറഞ്ഞു. അപ്പം ഇത് കേൾക്കണ ശിഷ്യന്മാരുടെ കിളി പോയിട്ടുണ്ടാകും. എടാ ഉസ്താദ് എല്ലാത്തിനും ഒരു മരുന്നാ പറഞ്ഞ്, മക്കളില്ലെന്ന് പറഞ്ഞവരോടും, കച്ചവടത്തിൽ അഭിവൃദ്ധി വേണമെന്ന് പറഞ്ഞവരോടും, വെള്ളമില്ല മഴ വേണമെന്ന് പറഞ്ഞവരോടും എല്ലാവരോടും പറഞ്ഞു അസ്തഗ്ഫിറുല്ലാ. അപ്പം ശിഷ്യന്മാർ തന്നെ ചോദിച്ചു, ഇതെന്തേ ഉസ്താദെ എല്ലാത്തിനും ഒരു മരുന്ന്, എല്ലാത്തിനും ഒരു മരുന്നെന്താ? അപ്പോഴാണ് മഹാനവറുകൾ അവിടെ നിന്ന് പറയുകയാ, ഞാൻ പറഞ്ഞതല്ല മക്കളെ, അല്ലാഹു പറഞ്ഞതാണ്, ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. അല്ല പറഞ്ഞ മരുന്നാണ്, അല്ല പറഞ്ഞ മരുന്നാണ്. സഹോദരാ, വെള്ളമില്ലേ, കിണറ്റിലെ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നവരെ പറഞ്ഞോ അസ്തഗ്ഫിറുല്ലാഹൽ അലീം. കടയിൽ കച്ചവടമില്ല, അയൽവാസിയുടെ കടയ്ക്കകത്ത് ആള് കയറുന്നത് കാണുമ്പോ അവിടെ ഇരുന്ന് അസൂയപ്പെടല്ലേ, പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹു തരും സഹോദരാ. മക്കളില്ലേ പെങ്ങള്, മക്കളില്ലേ പെങ്ങള്, അല്ലയല്ലേ പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാ പറയാ? പറഞ്ഞു പെണ്ണേ, അല്ലാഹു നിനക്ക് മക്കളെ തരും പെങ്ങളെ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പ്രതീക്ഷ കൈവിടണ്ട. അല്ലയാണ് നമ്മുടെ കൂടെയുള്ളത്, അല്ലാഹുവാണ് നമ്മുടെ കൂടെ ഏറ്റവും അടുത്തുള്ളത്. ചോദിച്ചാ തരുന്നവനാണ് അല്ലാ. ദുആയിക്കൊരു മടിയും വേണ്ട, ദുആയിക്കൊരു മടിയും വേണ്ട. എന്തിനാ എപ്പോഴും ദുആ മജ്ലിസും ദുആയും എന്തിനാ ഉസ്താദ്? ചെയ്തോ ദുആയോ. ദുആ ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നഷ്ടമില്ലാത്ത കച്ചവടമാ, നഷ്ടമില്ലാത്ത കച്ചവടമാണ് ദുആ. പോ സഹോദരാ, എടോ എന്റെ മുമ്പിൽ ആരെങ്കിലും ഒന്ന് കൈനീട്ടിയാ ഞാൻ നിങ്ങളെ വെറുതെ മടക്കിയേക്കാം. പക്ഷേ ആരെങ്കിലും അല്ലാഹുവിന്റെ മുമ്പിൽ കൈയുയർത്തിയ അല്ലാഹു വെറും കൈയോടെ മടക്കൂല. അവൻ എത്ര മോശക്കാരനാകട്ടെ, അല്ലാഹു വെറും കൈയോടെ മടക്കൂല. അല്ലാഹു മാന്യനാണ്. മൂന്നാലൊന്ന് അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാൾ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന്റെ മുമ്പിൽ കൈയുയർത്തിയാൽ ആ കൈ വെറുതെ അല്ലാഹു മടക്കൂല. എന്തെങ്കിലും ഒന്ന് തരും സഹോദരാ. ഒന്നുകിൽ നീ ചോദിച്ചത് അല്ലാ എനിക്ക് സമാധാനമുള്ള ഒരു ജീവിതം വേണം പടച്ചവന്. ചോദിച്ചാൽ അല്ലാഹു നിനക്കത് തരുമടോ? അല്ലെങ്കിൽ നബി തങ്ങൾ പറയുകയാ, ചോദിച്ചത് അല്ലാഹു തരൂല, അത് പരലോകത്തേക്ക് അല്ലാഹു മാറ്റിവെക്കുകയാണ്. നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസിലേക്ക് മാറ്റിവെക്കുകയാണ്. ഇന്ന് നീ സങ്കടപ്പെട്ടു, നാളെ അല്ലാഹു നിനക്ക് സന്തോഷം തരും സഹോദരാ. ദുഃഖി
വിഷമിക്കണ്ട, വിഷമിക്കണ്ട. പടച്ചവനെ, ഇനി അല്ലാഹു ദുനിയാവിൽ നീ ചോദിച്ചത് തന്നില്ല, ആഖിറത്തിലേക്ക് അല്ലാഹു മാറ്റിവെച്ചില്ല. എന്നാ മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നിനക്ക് വരാനിരിക്കുന്ന ഒരു ശർറ് അല്ലാഹു തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഒന്നുകിൽ നീ ചോദിച്ചത് തന്നെ അല്ലാഹു തരും, ഇല്ലെങ്കിൽ അല്ലാഹു അത് പരലോകത്തേക്ക് മാറ്റിവെക്കും. നീ ഇത്തിരി വിഷമം കിട്ടിയില്ലല്ലോ, വേണ്ട, നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ നന്മ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടും. ഇത് ഏതാ അല്ലാ? നീ ദുനിയാവി വെച്ചൊരു ദുആ ചെയ്തില്ലേ, അന്ന് തന്നില്ല, അത് ഇന്ന് തരികയാണ്. അപ്പം മനുഷ്യൻ പറയൂ അത്രേ, ദുനിയാവി വെച്ച് ചെയ്ത ഒരു ദുആയും സ്വീകരിക്കാതിരുന്നാൽ മതിയായിരുന്നു, കാരണം ഇവിടെ കിട്ടുമല്ലോ. അപ്പം ഒന്നീ ദുനിയാവിൽ അല്ലെങ്കിൽ ആഖിറത്തിൽ, ഇല്ലെങ്കിലോ എനിക്കും നിങ്ങൾക്കും വരാനിരിക്കുന്ന ഒരു ഷർറ് ഈ കാണുന്ന ദുആ കൊണ്ട് അല്ലാഹു തട്ടിമാറ്റി തരും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ദുആയിലൊരു മടിയും കാണിക്കരുത്. ദുആ ചെയ്യണം എപ്പോഴും അല്ലാഹുവിനോട്, ഇഖ്ലാസ് ഉണ്ടാകണം, ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ചുമ്മാ കിടന്നിട്ട് വിളിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല. അതിന് ഒരുപാട് മണിക്കൂർ നിലവിളിച്ച് ദുആ ചെയ്യണമെന്നൊന്നുമില്ല. പറയുന്നത് ഒരു വാക്കാണെങ്കിലും അത് അള്ളാഹുവിൽ വിശ്വാസത്തോടു കൂടി പറയണം. ഏതുപോലെ ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉമർ തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ചങ്ങാതി ഉമർ തങ്ങളുടെ എതിരെ നടന്നു വരുന്നുണ്ട്. യാദർശികമായി രണ്ടുപേരും കണ്ടുമുട്ടി, രണ്ടുപേരും മുഖാമുഖം കണ്ടു, ഇനിയിപ്പോൾ ഒരു വഴിയില്ല. അപ്പോൾ ഉമർ തങ്ങളുടെ എതിരെ വരുന്നവൻ്റെ കയ്യിൽ 2 കുപ്പി കള്ളിരിക്കുന്നുണ്ട്. കള്ളും പിടിച്ചോണ്ടാ വരുന്നത്. ഇപ്പുറത്ത് വരുന്ന ചങ്ങാതി എന്ന് പറഞ്ഞാൽ റഹ്മാനായ അല്ലാഹ്, വെട്ടുണ്ട് തുണ്ടൻ രണ്ടിൻ്റെ ആളാ. ഖലീഫ ഉമറാണ് വരുന്നത്. ഒരു രക്ഷയില്ല, ഉമർ എങ്ങാണം പിടിച്ച തീർന്നു. ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ? ഉമർ നിങ്ങൾ വിചാരിച്ചിരിക്കണത് ഈ ചങ്ങാതി നല്ല ചങ്ങാതിയാന്നാ, നല്ലവനാണെന്ന്. കാരണം കോലം കൊണ്ടെങ്ങനെ ഈ മനുഷ്യന് വല്ലാത്ത സങ്കടമായി. രണ്ടുപേരും മുഖാമുഖം ഇങ്ങനെ നടന്നു വരികയാണ്. ഈ മനുഷ്യൻ കണ്ണടച്ചു പിടിച്ചു. ചരിത്രം പറയുന്നു, ഇദ്ദേഹം കണ്ണടച്ചു പിടിച്ചു. എന്നിട്ട് ആ നടന്നു വരുന്ന വഴിയിൽ അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ, ഞാൻ ചെയ്യുന്നത് തെറ്റാ അല്ലാ, ഞാൻ സമ്മതിച്ചു, ഞാൻ ചെയ്തത് തെറ്റാ, ഞാൻ സമ്മതിച്ചു. പടച്ച റബ്ബേ, ഇനി ഒരു കാലത്തും ഞാൻ ചെയ്യൂല. അള്ളാഹുവേ, ഇനി മരിക്കണ കാലം വരെ കൈകൊണ്ട് പോലും ഞാൻ ഈ കള്ളു തൊടൂല്ല. അല്ലാ, പടച്ച റബ്ബേ, ഇന്ന് ഉമറിൻ്റെ മുമ്പിൽ നീ എന്നെ രക്ഷപ്പെടുത്തണം. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഞാൻ ചെയ്തത് പാപമാ, സമ്മതിച്ചു, ഇനി മരിക്കണ കാലം വരെ ഞാൻ ചെയ്യൂല, പക്ഷെ ഉമറിൻ്റെ മുമ്പിൽ എന്നെ രക്ഷപ്പെടുത്തണം. ഈ മനുഷ്യൻ ഇത് പറഞ്ഞു തീരുന്നതും ഉമർ തങ്ങൾ ചോദിച്ചു, ഹബീബേ, എവിടെ പോയതാ? എന്താ കയ്യിൽ? എവിടെ പോയതാ? എന്താ കയ്യിലിരിക്കണത്? ഈ ചങ്ങാതി കണ്ണ് തുറന്നിട്ട് പറഞ്ഞടോ, എൻ്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ, എൻ്റെ കയ്യിലിരിക്കുന്ന സുറുക്കയാ. ഇങ്ങോട്ടാ ഉമർ തങ്ങളെ കുപ്പി അങ്ങോട്ട് മേടിച്ചു. ആ കള്ളിൻ്റെ കുപ്പി തുറന്നു നോക്കിയപ്പോൾ അത് സുറുക്കയായി മാറിയെന്ന് മഹാനായ നബിയന റസൂലുള്ളാഹി. ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ചരിത്രം പറയുക, നിങ്ങൾ ആ ചരിത്രം വായിച്ചോ, ഹദീസ് കാണാം. എൻ്റെ പ്രിയപ്പെട്ടവർ, ആ സുറുക്ക തുറന്നു നോക്കിയപ്പോൾ ആ കുപ്പി, ആ കള്ളിൻ്റെ കുപ്പി തുറന്നു നോക്കിയപ്പോൾ അത് സുറുക്കയായി മാറി. ഇത് ഹദീസിൽ കാണാം. ഉമർ നിങ്ങളുടെ ചരിത്രം വായിച്ച് നോക്കുക, നമുക്കിത് കാണാൻ കഴിയും. അപ്പം എന്ത് ധൈര്യത്തിലായി ഈ മനുഷ്യൻ ഇത് പറഞ്ഞത്? അവിടെയാ എൻ്റെ റബ്ബെന്നെ കൈവിടില്ല എന്നുള്ള വിശ്വാസം. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അല്ലാ, ഇനി മരിക്കണ കാലം വരെ തൊടൂലല്ലാ, ഞാൻ ചെയ്യില്ല, അല്ലാക്ക് പുറത്തുതാ. ഒരൊറ്റ വാക്ക്. ഇതാണ് ദുആ. ഈ പ്രതീക്ഷയോടുകൂടി വേണം നമ്മൾ ദുആ ചെയ്യാൻ. ഞാൻ ചോദിക്കട്ടെ, നിനക്ക് എന്താ ഇത്ര മടി? ഈ ഇരിക്കണ ഓരോ മനുഷ്യനോടും ചോദിക്കട്ടെ, നീ ചോദിച്ച എന്താ അല്ലാഹ് നിനക്ക് തരാത്ത? ഒന്ന് പറ. ഞാനോ നിങ്ങളോ അള്ളാഹുവിനോട് ചോദിച്ച എന്തേ അല്ലാഹ് തരാത്ത? ചോദിച്ചതൊക്കെ തന്നിട്ടില്ലേ? എൻ്റെ കഴിവില്ല അള്ളാഹിന്. അതുകൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യും. അങ്ങനെ ദുആ ചെയ്യുന്നവർക്കാണ് അള്ളാഹു ഫിർദൗസ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ഇന്ന് ഈ മജ്ലിസിൽ നടക്കുന്ന ദുആയ്ക്ക് അള്ളാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം 10 മണിയായോപ്പാ? സമയം 10 മണിയായോ? ബാസിയാർ 10 മണി വരെ എന്നാ പറഞ്ഞ, 10 മിനിറ്റും കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു നന്മ കൂടെ പറഞ്ഞ് ദുആ ചെയ്ത് പിരിയ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരെണ്ണം കൂടെ പഠിച്ചൂടെ? നിർത്തണോ പറയണോ? പറയണോ നിർത്തണോ? ഒരു നന്മ കൂടെ.